നിഷാന്റെ കല്യാണത്തിന് നമ്മളെ പറക്കുന്തളികയിലാട്ടെ ഇന്നത്തെ യാത്ര. മയക്കാരുടെ സാധ്യത ഒക്കെ കാണുന്നുണ്ട്. മഴ പെയ്യൂലെന്ന് വിചാരിക്കണം. ബ്ലോഗർ അഫ്നയോടൊപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഭാഗ്യം കിട്ടിയത് വൈമെന്ന് കിട്ടിയ സാധനം കേട്ടത്. ഇതുപോലത്തെ കുറച്ച് കുരിപ്പാളെ ഇനി നിങ്ങൾക്ക് കാണാണ്ടാവട്ടെ. ഓഡിറ്റോറിയത്താണ് കല്യാണം വരുന്നത്. നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ ഇവർ ഹാജരായിട്ടുണ്ട്. ഐഷു പിന്നെ ചൊറുക്കുണ്ടെങ്കിൽ മാത്രം ക്യാമറയുടെ മുന്നിൽ വരുള്ളൂ. ഞങ്ങൾ നമ്മളെ ഫ്രണ്ട്സിനെ കാത്തു നിൽക്കുകയാണ്. ഇത് നമ്മളെ ഫ്രണ്ടിന്റെ കുട്ടിയും ഫ്രണ്ടും ആണ്. ഇനി ബാ ബ്രൈഡിനെ കാണിച്ചു തരാം. എന്തല്ലേ ഏതാ നമ്മള് റേഞ്ച്. ഇവിടെ കുറെ എണ്ണം ബ്രൈഡിന്റെ ഡ്രസ്സൊക്കെ തൂക്കി വെക്കുന്നുണ്ട്. തൂക്കലൊക്കെ കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിക്കാൻ പോയി. ഏത് പരിപാടിക്കും ലേറ്റ് ആയി വരുന്ന 2 ലേറ്റസ്റ്റുകളാണ് ഈ 2 എണ്ണം. ഫുഡ് കഴിക്കാൻ കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ ഒരുങ്ങിക്കാൻ നമ്മള് ഫോട്ടോ എടുക്കാൻ പോയി. നിഷാന്റെ കൂടെ ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മള് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ടാണ് പുറത്തു പോകുന്നത്. അങ്ങനെ നമ്മൾ ഏതോ പേരുടെ മുന്നിൽ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണമെങ്കിൽ അതിന്റെ ബാക്കിലുള്ള കഷ്ടപ്പാടുകളാണ് ഈ കാണുന്നത്. ഫോട്ടോ എടുക്കലും കഴിഞ്ഞ് ബസ്സിന് വേണ്ടി ഓടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മളെ കണ്ടാണ് നമ്മളെ ബസ്സൊക്കെ നിർത്തി. പിന്നെ ഞങ്ങൾ അവിടുന്ന് മെല്ലെ നടന്നു. അങ്ങനെ തിരിച്ച് ഓഡിറ്റോറിയത്തിൽ എത്തി നമ്മളെ വണ്ടി എടുത്ത് നമ്മളെ ഇറങ്ങാൻ നിൽക്കും. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നിങ്ങൾ കാണേണ്ടത്. കൊക്കിച്ചാടി വേറെ എടുക്കല്ല കൈസ് പോണത്. ചെറുതായിട്ടൊന്ന് വീണു. അന്നേരം നമ്മളെ സഹായിച്ച 2 മഹാവ്യക്തിത്വങ്ങളാണ് ഈ നിൽക്കുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇടയ്ക്കൊക്കെ നമ്മള് വീക്കണം. വീണാലാണ് നമ്മള് വണ്ടി വീണ്ടും പഠിക്കുള്ളൂ. വീണോടുത്തുനിന്നാണ് നമ്മള് എണീക്കല്. അപ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ എന്നാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. ഫ്രണ്ടിന്റെ വീടിന് നേരെ മുമ്പിൽ വീണതും കഴിച്ചില്ല. നേരെ ആ വീടുക്കാൻ കേട് കയറി. അപ്പോൾ അമ്മ നെറ്റോൾ അടിച്ച കാഴ്ച നിങ്ങൾ ഇപ്പൊ കണ്ടത്. പിന്നെ നമ്മൾ ആദ്യം നമ്മളെ കെട്ടിയാനെ വിളിച്ചിരുത്തി. മൂപ്പര് എണ്ണയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കിട്ടും. അങ്ങനെ ഡോക്ടർ വലിയൊരു കെട്ടും കെട്ടി നമ്മളെ മുറിനെ ചുണ്ടര കുട്ടപ്പനാക്കി. ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ തിരക്കടൊന്നുമില്ല. ഹീസ് മൈ കോൺഫിഡൻസ്. അതെ കെട്ടിയോൻ ഈസ് മൈ. പിന്നെ നേരെ വീട്ടിൽ കാണിച്ചിരുന്നു. ഓളെ ചിരിയും ചോദ്യം കേട്ടാൽ വിചാരിക്കും ഞാൻ വല്ല അവാർഡ് ആയിട്ടാണ് വന്നത്. അങ്ങനെ വീട്ടിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ കാണാൻ വന്നേന്. ഏതായാലും എന്റെ കാലും ഞാനും ഇവിടെ സേഫാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.